ഹായ് മക്കൾസ്, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു പക്ഷേ എന്നെ അറിയുന്നുണ്ടാവില്ല. പേര് ഫാസിൽ അറക്കൽ കേട്ടോ. നിങ്ങൾ അറക്കൽ എന്ന് ആലോചിച്ചാൽ മതി. എന്തിനാ വെറുതെ കുറെ ടെൻഷൻ അടിക്കണേ? അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ, ഒരു കുഞ്ഞു ചാപ്റ്റർ, ഒരു പാവപ്പെട്ട ചാപ്റ്റർ, പരിസ്ഥിതിയെ നോവിക്കാതെ, പേര് പോലെ തന്നെ ഒരു പാവപ്പെട്ട ചാപ്റ്ററാണ്. നോവിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു പാവപ്പെട്ട ചാപ്റ്റർ എന്ന് വെച്ചാൽ തീരെ കാര്യങ്ങൾ പഠിക്കാനില്ലാത്ത ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ചെറുതാക്കാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് വെൻ വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്സ് ആർ ബേൺഡ്. അതായത് പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റ് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏത്? പ്ലാസ്റ്റിക് ഒരു പ്രശ്നക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കത്തിച്ചു കഴിഞ്ഞാൽ കുറെ എന്തുണ്ട്, കെമിക്കൽ സബ്സ്റ്റൻസ് പുറത്തോട്ട് വരുന്നുണ്ട്. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കാർബൺ മോണോക്സൈഡ്. എന്താണ് പേര്? കാർബൺ മോണോക്സൈഡ്. എന്താണ് പേര്? കാർബൺ മോണോക്സൈഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക് കത്തിച്ചാൽ പുറത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. അതെല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. അങ്ങനെ എന്തിനാ വെറുതെ അറിയുന്ന കാര്യം വീണ്ടും പഠിക്കുന്നത്? നമുക്ക് അറിയാത്തതിനെ കുറിച്ച് പഠിക്കാം, അതല്ല ഒന്നും കൂടി ക്യൂരിയോസിറ്റി ഉള്ളത്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അനിയനോ ഏട്ടനോ ആരെങ്കിലും ആവട്ടെ, അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് ഭയങ്കര ഒരു പ്രശ്നക്കാരനാണ്. അതെങ്ങനെ പ്രശ്നക്കാരനാണെന്ന് ചോദിച്ചാൽ, അത് ഈവൻ സ്മാൾ എമൗണ്ട്, ഒരു കുഞ്ഞു എമൗണ്ട് നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ബോഡിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈവൻ വെൻ എ സ്മാൾ എമൗണ്ട് റീച്ചസ് ദ ബോഡി, പ്രോബ്ലംസ് ലൈക്ക് ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവും, ഫാറ്റിഗ്യൂ, ക്ഷീണം ഉണ്ടാവും, ബ്ലറിഡ് വിഷൻ, അതായത് മങ്ങിയ കാഴ്ചകളായിരിക്കും, നല്ല രീതിയിൽ വൃത്തിയിൽ കാണാൻ പറ്റില്ല, പിന്നെ മെമ്മറി ലോസ്, ഓർമ്മ ഒക്കെ നഷ്ടപ്പെടും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇൻഹാലേഷൻ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ലാർജ് ക്വാണ്ടിറ്റിയിൽ ശ്വസിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഇറ്റ് ലീഡ്സ് ടു ഡെത്ത്. അത് മരണത്തിന് വരെ കാരണമാകും. പ്രശ്നമാണ്, മരിച്ചു പോകും, ഡെഡായി പോകും, സീനാണ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരു പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നക്കാരനാണ് അത് സൾഫർ ഡൈ ഓക്സൈഡ്. ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നക്കാരനായുള്ള സബ്സ്റ്റൻസ് ആണ് ഇത് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് കേട്ടോ. ഓക്കെ, ഈ സൾഫർ ഡൈ ഓക്സൈഡ് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇവൻ കോസസ് കാർഡിയോ വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ്. കാർഡിയോ മീൻസ് ഹൃദയമാണ്. ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങൾക്കും റെസ്പിറേറ്ററി ഡിസീസ് ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾക്കും കാരണമാകും. അപ്പൊ ഹൃദയത്തിനും ശ്വാസകോശത്തിനും പ്രശ്നമാണ്. അതാണ് അതിന്റെ പ്രശ്നം. ഇനി അടുത്തത് നൈട്രജൻ ഡൈ ഓക്സൈഡ്. നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോസസ് റെസ്പിറേറ്ററി ഡിസീസ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ശ്വസിക്കാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം എന്തിന് പ്രശ്നമാകും? റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ലങ്സിന് പ്രശ്നമാകും, ശ്വാസകോശത്തിന് പ്രശ്നമാകും. അപ്പൊ ശ്വാസകോശ രോഗങ്ങൾക്ക് റെസ്പിറേറ്ററി ഡിസീസിന് കാരണമാകും ആര്? നൈട്രജൻ ഡൈ ഓക്സൈഡ്. അപ്പൊ ആരൊക്കെയാ പ്രശ്നക്കാരൻ? ഒന്ന് കാർബൺ മോണോക്സൈഡ്, രണ്ട് സൾഫർ ഡൈ ഓക്സൈഡ്, മൂന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഈ നാലാമത്തേതാണ് എന്താ അറിയോ? പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതായത് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും കത്തിച്ച് കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ചെറിയ കുഞ്ഞു പദാർത്ഥങ്ങൾ ഉണ്ടാവും, കുഞ്ഞു സബ്സ്റ്റൻസ്. അത് നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുമ്പോൾ അത് വളരെ മൈന്യൂട്ടായുള്ള ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് കോസസ് ഇച്ചിങ്. അതെന്ത് ചെയ്യുന്നു? ഇച്ചിങ്ങിന് കാരണമാവും, ഒരു ചൊറിച്ചിലിന് കാരണമാവും. എവിടെ? തൊണ്ടയിൽ ചൊറിച്ചിലിന് കാരണമാവും. അതുപോലെ തന്നെ ഐസിൽ, കണ്ണിൽ, പിന്നെ അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കും, പിന്നെ ആസ്മയും ലങ് ക്യാൻസറും ഒക്കെ ഉണ്ടാക്കും. എല്ലാതും ലങ്ങിന് പ്രശ്നം ഉണ്ടാക്കും. കാരണം ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തിനാണല്ലോ മെയിനായിട്ട് ബാധിക്കാം. അപ്പോൾ ലങ്സിന് എല്ലാതും പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, പിന്നെ ചൊറിച്ചിലുണ്ടാവും, പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അലർജി ഒക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഡയോക്സിൻ. ഓക്കെ, ഈ ഡയോക്സിനും പ്രശ്നക്കാരനാണ്. ഡയോക്സിൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കത്തിച്ചാൽ കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോസ് തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതൊരു ഗ്ലാൻഡാണ്, നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ്, ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. ബോഡിയിൽ ഒരു ഓർഗൻ പോലെയുള്ള ഒരു സാധനമാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് വിചാരിക്കുക. ആ തൈറോയിഡ് ഗ്ലാൻഡിനും ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് ആരുണ്ടാക്കും? ഈ ഡയോക്സിൻസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു എന്താണ് സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഡയോക്സിൻസ്, ഇവരൊക്കെ കാരണമാകുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു, ടെൻഷൻ ഇല്ല. അപ്പൊ ഇത് മേബി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾക്കൊരു 3 മാർക്ക് ഇപ്പോൾ സെറ്റായി, ഇനി 1 മാർക്കും കൂടി നമുക്ക് സെറ്റാക്കാം. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു
നമ്മൾ വാട്ടർ ബോഡീസ് ഉണ്ടാവല്ലോ, ജലാശയങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുളോ അല്ലെങ്കിൽ വല്ല തടാകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഈ കുളത്തിലും തടാകത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ട് എന്ത് വളരുന്നു, പ്ലാന്റ്സുകൾ വളരുന്നു. ഏത് പ്ലാന്റ്സ്? വാട്ടർ പ്ലാന്റ്സ്. ഇതാ എക്സസ് ഗ്രോത്ത് ഓഫ് വാട്ടർ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ ഇൻ വാട്ടർ ബോഡീസ് ഈസ് കോസ്ഡ് ബൈ ഫിനോമിനൻ നോട്ട് ആസ് യൂട്രോഫിക്കേഷൻ. അതായത് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടവുമുള്ള ഈ ജലാശയത്തില്, തടാകങ്ങളിൽ, അതുപോലെ തന്നെ കുളങ്ങളിൽ, അവിടെയൊക്കെ വാട്ടർ പ്ലാന്റ്സ്, ജലസസ്യങ്ങൾ എക്സസ് ആയിട്ട് വളരുക. ആ ഓവറായിട്ട് വളരുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂട്രോഫിക്കേഷൻ. അപ്പൊ സാർ, സസ്യങ്ങൾ ശരിക്കും വളരുന്നത് നല്ല കാര്യമല്ലേ? ആണ്, നല്ല കാര്യമാണ്. അപ്പൊ ജലസസ്യങ്ങൾ ഇപ്പോൾ ഒരു ജലത്തിലുണ്ടെങ്കിൽ, ഒരു കുളത്തിൽ ഇഷ്ടംപോലെ ആൽഗകളുണ്ട്, ഇഷ്ടംപോലെ പായലുകളുണ്ട്, ഇഷ്ടംപോലെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, അത് നല്ല കാര്യമല്ലേ? അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ അത് പ്രശ്നമാണ്. അത് ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതൊരു പാകത്തിനേ പറ്റുള്ളൂ, ഒരു മിതത്വം വേണം. അല്ലെങ്കിൽ അത് എക്സസ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, കേട്ടോളൂ സുഹൃത്തുക്കളെ. ആക്ച്വലി ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജലാശയത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വേസ്റ്റുകളൊക്കെ അവിടേക്ക് തള്ളുക, ഈ ജലാശയത്തിലേക്കാണ് തള്ളുക. അങ്ങനെ തള്ളാൻ പാടില്ല, പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാം, ആസ് യൂഷ്വൽ. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്, പക്ഷെ അത് തെറ്റാട്ടോ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതുവഴി അപ്പോൾ ദിസ് ഹാപ്പൻസ് ഇൻ വാട്ടർ ബോഡീസ് വെർ ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് നൈട്രജൻ ആൻഡ് അതർ സിമിലർ സബ്സ്റ്റൻസ് ഫ്ലോയിൻ. അതായത് നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു പാടത്തിന്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, അപ്പോൾ ആ പാടത്തിൽ നമ്മൾ കുറേ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫെർട്ടിലൈസേഴ്സ് മണ്ണിൽ ലയിച്ച് ചേർന്ന് എങ്ങോട്ടേക്ക് എത്താം, ഈ ജലാശയത്തിലേക്ക് എത്താം. ചുരുക്കി പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യുന്നു, കണ്ടെയ്നിങ് നൈട്രജൻ, എന്താണ് നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന വളങ്ങൾ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വാട്ടർ ബോഡീസിൽ ഇഷ്ടംപോലെ എന്തുണ്ടാവും, നൈട്രജൻസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് അവിടെയുള്ള ദാറ്റ് കോസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്, അത് അവിടെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സിന് നല്ല സൂപ്പറായിട്ട് വളരാൻ സഹായിക്കും. കാരണം എന്താ, പ്ലാന്റ്സിന് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നൈട്രജൻ വേണം. അതാ ജലാശയത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം സമീപത്ത് വളമൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ആ വളത്തിലുള്ള നൈട്രജനൊക്കെ മണ്ണിലൊക്കെ ലയിച്ചേർന്ന് ഇങ്ങോട്ടെത്തി. അല്ലെങ്കിൽ വല്ല ഫാക്ടറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, നൈട്രജൻ ആണെങ്കിൽ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊക്കെ ഡംപ് ചെയ്യും. അങ്ങനെ ആ ജലാശയത്തിൽ ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്ലാന്റ്സിന് കോളടിക്കും. കാരണം എന്താണ്, അവർക്ക് ഇഷ്ടംപോലെ നൈട്രജൻ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ വളരും. ദാറ്റ് കോസ് എക്സസീവ് ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്. അത് പ്ലാന്റ്സിന്റെ, അക്വാട്ടിക് പ്ലാന്റ്സിന്റെ എക്സസീവ് ഗ്രോത്തിന് സഹായിക്കും. ഇവർ എക്സസ് ആയിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദീസ് അക്വാട്ടിക് പ്ലാന്റ്സ് യൂസ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എക്സസീവ്ലി. ഈ പ്ലാന്റ്സിനൊക്കെ എന്ത് വേണം, ഓക്സിജൻ വേണം. അവരെവിടെ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കുക, ഈ വെള്ളത്തിൽ നിന്നാണല്ലോ ഓക്സിജൻ വലിച്ചെടുക്കുക. അങ്ങനെ അവരുടെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, അവിടെയുള്ള ഓക്സിജനെ മൊത്തം വലിച്ചെടുക്കും. സ്വാഭാവികമായിട്ടും അതർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ വാട്ടർ, ആ വാട്ടറിലുള്ള മറ്റു പ്ലാന്റ്സും അനിമൽസും ഒക്കെ എന്ത് ചെയ്യും, ഓക്സിജൻ കിട്ടാതെ മരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ഓക്സിജൻ ഇവരും കൊണ്ടുപോയില്ലേ. അതാ അതർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ വാട്ടർ ഡേ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിജൻ. അവർക്ക് ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്യും, അവർ മരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുള്ളൂ, അവിടെയുള്ള ഒരു എക്കോസിസ്റ്റം മൊത്തത്തിൽ എന്ത് ചെയ്യും, ഡിസ്റപ്റ്റഡ് ആവും. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ എക്കോസിസ്റ്റം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, തകരാറിലാവുന്നു, തകിടം മറിയുന്നു. ഈ ഒരു പ്രശ്നമാണ്, ഈ ഒരു പ്രതിഭാസമാണ്, ഈ ഒരു ഫിനോമിനനാണ് ആക്ച്വലി എന്ത്, യൂട്രോഫിക്കേഷൻ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജലാശയത്തിൽ ഒരു വാട്ടർ ബോഡിയിൽ നൈട്രജൻ വേസ്റ്റ് എക്സസ് ആയി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പ്ലാന്റ്സിന് കോളടിക്കും, പ്ലാന്റ്സ് എക്സസ് ആയിട്ട് വളരും. പ്ലാന്റ്സ് എക്സസ് ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള എല്ലാ ഓക്സിജനെയും വലിച്ചെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാട്ടർ ബോഡിയിലെ ഓക്സിജന്റെ ലെവൽ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്ലാന്റ്സ്, അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു അനിമൽസിനൊക്കെ എന്ത് ചെയ്യും, അത് ബാഡായിട്ട് ബാധിക്കും. അവരെന്ത് ചെയ്യും, ഓക്സിജൻ ഒന്നും കിട്ടാതെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എന്ത്, യൂട്രോഫിക്കേഷന്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഈ പ്ലാന്റ്സ് എക്സസ് ആയിട്ട് വളരുന്ന ആ ഒരു പ്രതിഭാസമാണ് എന്ത്, ആക്ച്വലി യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സെറ്റായി? 4 അല്ലെങ്കിൽ 5 മാർക്ക് സെറ്റായി. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, എനിക്കറിയാം. അപ്പോൾ എൻ്റെ മുത്തുകളെ, സത്തുകളെ, കരളുകളെ, കുഴികളെ, പഞ്ചാര കുഞ്ചുകളെ, അറക്കലിൻ്റെ മനക്കലിലേക്ക് ഈ ഒരു വീഡിയോ ആസ്വദിക്കാൻ വന്ന എല്ലാവർക്കും അറക്കലിൻ്റെ ഗുഡ് ബൈ. സീ യു സൂൺ. വീണ്ടും കാണാം.